കീമോയും റേഡിയേഷനും കൊണ്ട് ഭേദമാക്കാമായിരുന്ന രോഗത്തിന് ഓപ്പറേഷൻ ചെയ്തതാണ് മകന്റെ മരണത്തിന് ഇടയാക്കിയതെന്നാണ് അന്തരിച്ച നടൻ ജിഷ്ണുവിന്റെ പിതാവും നടനുമായ രാഘവൻ പറയുന്നത്. മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒരു നൊമ്പരമായി നിൽക്കുന്ന മുഖമാണ് നടൻ ജിഷ്ണുവിൻ്റെത്. ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ താരം പിന്നീട് 2002 കമലിന്റെ നമ്മൾ എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറി. നിരവധി സിനിമകളിൽ നടനായും വില്ലനായും എല്ലാം നടൻ തിളങ്ങി നിന്ന സമയത്താണ് ക്യാൻസർ പിടികൂടുന്നത്. 2014 ക്യാൻസറിനോട് പൊരുതി ജിഷ്ണു വിടവാങ്ങുമ്പോൾ 35 വയസ്സ് മാത്രമായിരുന്നു പ്രായം. മകന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനിടെയാണ് രാഘവൻ ജിഷ്ണുവിന്റെ രോഗത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും സംസാരിച്ചത്. കീമോയും റേഡിയേഷനും കൊണ്ട് ഭേദമാക്കാമായിരുന്ന രോഗത്തിന് ഓപ്പറേഷൻ ചെയ്തതുകൊണ്ടാണ് പെട്ടെന്നുള്ള വിയോഗമെന്ന് രാഘവൻ പറഞ്ഞു. തൊണ്ട മുഴുവൻ മുറിച്ചു കളഞ്ഞിട്ട് ആഹാരം മറ്റൊരു രീതിയിൽ കൊടുക്കുന്ന ഏർപ്പാട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലെന്നും മരിച്ചാൽ പോരെയെന്നും അദ്ദേഹം പറഞ്ഞു. മകനെ ഓർക്കുന്ന രീതിയിൽ വീട്ടിൽ ഒന്നും സൂക്ഷിച്ചിട്ടില്ലെന്നും രാഘവൻ കൂട്ടിച്ചേർത്തു. കീമോയും റേഡിയേഷനും കൊണ്ട് ഭേദമാക്കാമായിരുന്നു ലേക്ക് ഷോറിലെ ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷെ അത് കേൾക്കാതെ ഓപ്പറേഷൻ ചെയ്തതിലാണ് തെറ്റുപറ്റിയത്. അത് കാരണമായി നമ്മൾ കണക്കാക്കേണ്ടതില്ല. അതാണ് വിധി. അവൻ സ്വയം തീരുമാനിച്ചതാണ് ഓപ്പറേഷൻ നടത്താൻ. ഓപ്പറേഷന് പോകരുതെന്ന് നിർബന്ധിച്ചതാണ്. പക്ഷെ അവനും ഭാര്യയും കൂടെ പോയി ഓപ്പറേഷൻ കഴിച്ചു. അത് അവരുടെ ഇഷ്ടം. പക്ഷെ അതോടെ കാര്യം കഴിഞ്ഞെന്നും രാഘവൻ വേദനയോടെ കൂട്ടിച്ചേർത്തു.